50 വർഷം ഒപ്പം ജീവിച്ച ഭർത്താവ് മയക്കുമരുന്ന് നൽകി ഉറക്കിക്കിടത്തിയ ശേഷം അജ്ഞാതരായ പുരുഷന്മാരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭാര്യയെ റേപ്പ് ചെയ്യിപ്പിക്കുക. ഒരു പതിറ്റാണ്ട് പുറം ലോകമറിയാതെ ഈ പ്രവൃത്തി രഹസ്യമായി തുടർന്നു പോവുക. മക്കളെ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാക്കി വളർത്തിയ പിതാവ് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനും മനുഷ്യത്വ വിരുദ്ധനുമാകുക. സ്വന്തം ഭർത്താവ് തന്നെ സമാനതകളില്ലാതെ അനീതി ചെയ്തപ്പോൾ ലോകത്തിന്റെ മുൻപിൽ മുഖം മറയ്ക്കാതെ പോരാടിയ ആ സ്ത്രീ ഇന്ന് ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയും പ്രചോദനവുമാണ്. ജിസേൽ പെലിക്കോട്ട് എന്നത് വെറുമൊരു പേരല്ല, അത് സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ പര്യായമാണ്. ഫ്രാൻസിലെ പാരീസിന് സമീപം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. ഗൃഹനാഥൻ ഡൊമിനിക് പെലിക്കോട്ട്, ഗൃഹനാഥ ജിസേൽ പെലിക്കോട്ട്. ഇരുവർക്കും 3 മക്കൾ: ഡേവിഡ്, കാരലിൻ, ഫ്ലോറിയൻ. ജിസേലിന് ഫ്രാൻസിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കമ്പനിയിലായിരുന്നു ജോലി. ഡൊമിനിക് ഒരു ഇലക്ട്രീഷ്യനാണ്. അയാൾ ഇടയ്ക്ക് ബിൽഡിംഗ് ബ്രോക്കറായും ജോലി ചെയ്യാറുണ്ട്. കുടുംബത്തിലെ മൂത്തയാളാണ് ഡേവിഡ്. രണ്ടാമത് കാരലിൻ. 1986 കാരലിന് ഒരു അനിയൻ കൂടി ജനിച്ചു, ഫ്ലോറിയൻ. ഡൊമിനിക്ക് തന്റെ ഭാര്യയോട് അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അയാൾ ഭക്ഷണം പാകം ചെയ്യും. ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബഹുമാനം അയാൾ അവൾക്ക് നൽകി. ഇരുവർക്കുമിടയിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളോ പറയത്തക്ക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അയാൾ തന്റെ 2 ആൺമക്കളെയും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരായി വളർത്തി. മകളുടെ മുമ്പിൽ അയാൾ ഒരു ഉത്തമ പുരുഷനായിരുന്നു. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ കുടുംബം മുന്നോട്ടു പോയി. എന്നാൽ 2015 ജിസേലിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മകൾ കാരലിനായിരുന്നു ആദ്യം അത് ശ്രദ്ധിച്ചത്. ജിസേൽ വളരെ അവശയും ക്ഷീണിതയുമായിരുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടമാകുന്ന അവസ്ഥ, ചിലപ്പോഴാകട്ടെ അബോധാവസ്ഥയിലേക്ക് വീണുപോകും. ജിസേലിന്റെ പെരുമാറ്റത്തിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. അവർ ഇതുവരെയും സംസാരിക്കാത്ത തരത്തിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുവാൻ തുടങ്ങി. എന്തോ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഇത് മകൾ കാരലിൻ ജിസേലിനോട് പറയുകയും ചെയ്തു. ഇതുകൂടാതെ അവരുടെ ശരീരഭാരം അസാധാരണമായി കുറയുകയും ശക്തമായി മുടികൊഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. പല ഡോക്ടർമാരെയും കണ്ടു, ബ്രെയിൻ സ്കാനിങ്ങുകളടക്കം ചെയ്തു. എന്നാൽ ജിസേലിന്റെ ആരോഗ്യസ്ഥിതിയിലുണ്ടായ മാറ്റത്തിന്റെ കാരണം കണ്ടെത്താൻ ഒരു ഡോക്ടർക്കും കഴിഞ്ഞില്ല. അങ്ങനെ അനാരോഗ്യവുമായി മുമ്പോട്ടു പോകുന്നതിനിടയിൽ 2020 നവംബർ മാസത്തിൽ ജിസേലിന് പാരീസിലെ പോലീസിൽ നിന്ന് ഒരു വിളി വന്നു. അവർക്ക് ജിസേലിനോട് ചിലത് പറയാനുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയിൽ പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ഭർത്താവ് ഡൊമിനിക് എങ്ങനെയുള്ള ആളാണെന്നായിരുന്നു. പോലീസിന്റെ ചോദ്യത്തിന് ഡൊമിനിക്കിനെ കുറിച്ച് നല്ലതു മാത്രമായിരുന്നു ജിസേലിന് പറയാനുണ്ടായിരുന്നത്. അയാൾ ഒരു നല്ല മകനും നല്ല ഭർത്താവും നല്ല പിതാവും കുടുംബസ്നേഹിയുമാണെന്ന് ജിസേൽ പോലീസിന് മുൻപിൽ സാക്ഷ്യം പറഞ്ഞു. 5 പതിറ്റാണ്ട് നീണ്ട അവരുടെ ദാമ്പത്യം അതിന് തെളിവായി നിന്നു. തന്റെ ഭർത്താവ് പൂർണ്ണമായും ഒരു മാന്യനാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞ ആ നിമിഷം പോലീസ് ഡൊമിനിക്കിന്റെ കമ്പ്യൂട്ടറിലെ അബ്യൂസ് എന്ന് പേരിട്ട ഫോൾഡറിൽ നിന്ന് കുറച്ച് ഫോട്ടോഗ്രാഫുകൾ ജിസേലിന് കാണിച്ചു കൊടുത്തു. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന പുരുഷന്റെ ചിത്രമായിരുന്നു അത്. അതിൽ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീയെ ചൂണ്ടി പോലീസ് പറഞ്ഞു, ജിസേൽ, ഇത് നിങ്ങളാണ്. അവർ മറുപടി പറഞ്ഞു, അല്ല, ഇത് ഞാനല്ല. പോലീസ് പറഞ്ഞു, നോക്കൂ, ഇത് നിങ്ങളുടെ ബെഡ്റൂമാണ്, ഇത് നിങ്ങളുടെ ബെഡ് ലാമ്പാണ്. വീണ്ടും അവർ ആ ചിത്രത്തിലുള്ളത് താനല്ലെന്ന് ആവർത്തിച്ചു പോലീസിനോട് പറഞ്ഞു. പോലീസ് മറ്റൊരു ചിത്രം കൂടി കാണിച്ചു കൊടുത്തു. ആ ചിത്രത്തിലെയും സ്ത്രീയെയും പുരുഷനെയും തനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നായിരുന്നു ജിസേലിന്റെ മറുപടി. വീണ്ടും ഓഫീസർ മറുപടി പറഞ്ഞു, ജിസേൽ, ഇത് നിങ്ങളാണ്. നിങ്ങൾ 53 പുരുഷന്മാരാൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തല മരവിച്ചു പോയെങ്കിലും സാവധാനം അവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ജിസേൽ അഗാധമായ മരവിപ്പിലേക്ക് വീണുപോയി. അവർക്ക് തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകണമെന്നും കാര്യങ്ങളൊക്കെ പഴയ പോലെയാക്കണമെന്നും തോന്നി. തനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിലും ആ ചിത്രത്തിലുള്ള സ്ത്രീ അങ്ങേയറ്റം നിസ്സഹായയായിരുന്നു എന്നും അവർ മരിച്ചതിന് തുല്യമായിരുന്നു എന്നും ജിസേലിന് ഉറപ്പായിരുന്നു. പോലീസ് ഓഫീസിൽ നിന്നിറങ്ങിയ ജിസേൽ മൂത്ത മകനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ സമയം വൈകിട്ട് 8 മണി. ഫോൺ അറ്റൻഡ് ചെയ്ത മകനോട്, ഞാൻ പറയുന്നത് കേട്ട് നീ തകർന്നു പോകരുത്, ഇപ്പോൾ മറുപടി പറയാൻ നിൽക്കണ്ട എന്നായിരുന്നു ആദ്യം ജിസേൽ പറഞ്ഞത്. എന്നാൽ ജിസേൽ പറയുന്നത് കേട്ട് അയാൾക്ക് മനം മറിഞ്ഞു. ഛർദ്ദിക്കണമെന്ന് തോന്നി. ഒരു ശക്തമായ സുനാമി തിരമാല വന്നടിച്ചതുപോലെ അനുഭവപ്പെട്ടു. ചവിട്ടി നിന്ന മണ്ണ് ഇല്ലാതാകുന്നത് പോലെ തോന്നി. അമ്മ ഫോൺ വെച്ചതും അയാൾ വാഷ്റൂമിലേക്ക് ഓടിപ്പോയി ഛർദ്ദിച്ചു. അമ്മ പറഞ്ഞ വാർത്ത കേട്ട് അയാൾക്ക് തൻ്റെ പിതാവിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലായി. തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന മനുഷ്യനാക്കിയത് ഡൊമിനിക് ആണല്ലോ എന്നോർത്ത് അയാൾ അഗാധ ദുഃഖത്തിൽ ആഴ്ന്നുപോയി. 2020 ഒക്ടോബറിൽ പാരീസിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. പെൺകുട്ടികളുടെ സ്കേർട്ടിനടിയിലൂടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഒരാൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. അയാൾ ഇത് പലതവണ ആവർത്തിച്ചത് സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസിന്റെ വരവോടെ ഡൊമിനിക് അറസ്റ്റിലായി. കേസിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി:
ഇത്തരത്തിൽ ഡൊമിനിക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന 4ാമത്തെ സംഭവമാണിത്. പോലീസ് അയാളെ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ലൂറോണിന്റെ അടുത്തേക്ക് അയച്ചു. ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഡൊമിനിക് അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു. ഞാൻ മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള ആളാണെന്നും ഇത്തരമൊരു കേസ് തനിക്ക് നാണക്കേടാണെന്നും അയാൾ ഡോക്ടറോട് പറഞ്ഞു. എന്നാൽ ഡൊമിനിക് പറഞ്ഞ കാര്യങ്ങളും അയാളുടെ പ്രവൃത്തിയും തമ്മിൽ ബന്ധമുള്ളതായി ഡോക്ടർക്ക് തോന്നിയില്ല. ഇതോടെ കൂടുതൽ ആഴത്തിൽ ഡൊമിനിക്കിനെ കുറിച്ച് അന്വേഷിക്കുവാൻ ഡോക്ടർ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ഡോക്ടറുടെ നിർദ്ദേശം പോലീസ് അനുസരിച്ചു. പോലീസിന്റെ അന്വേഷണത്തിൽ ഡൊമിനിക്കിന്റെ കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക ഫോൾഡർ കണ്ടെത്തി. അബ്യൂസ് എന്നായിരുന്നു അതിന്റെ പേര്. ആ ഫോൾഡർ തുറന്ന പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതിൽ വീഡിയോകളും ഫോട്ടോകളും ഉൾപ്പെടെ 20,000-ഓളം ഫയലുകൾ ഉണ്ടായിരുന്നു. ആ ഫയലുകളിൽ ഡൊമിനിക്കും 70ഓളം അജ്ഞാതരും 10 വർഷക്കാലം ജിസേലിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു. ആ കമ്പ്യൂട്ടറിൽ മറ്റു ചില ഫോൾഡറുകൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ പേര് മൈ ഡോട്ടർ ഇൻ നേക്കഡ് എന്നായിരുന്നു. പോലീസ് ജിസേലിന്റെ മകൾ കരോലിനെ വിളിച്ചു. കരോലിന് പോലീസ് കാണിച്ചു കൊടുത്തത് ഒരു സ്ത്രീയുടെ നഗ്ന ദൃശ്യങ്ങളായിരുന്നു. ആ സ്ത്രീക്ക് കരോലിന്റെ മുഖഛായയായിരുന്നു. ഞെട്ടലോടെ കരോലിനൊരു കാര്യം തിരിച്ചറിഞ്ഞു. സ്വന്തം പിതാവ് തന്നെയും റേപ്പ് ചെയ്തിരിക്കുന്നു. അത് പൊറുക്കാനാവാത്ത ഒരു മുറിവ് അവരുടെ മനസ്സിലുണ്ടാക്കി. ഡൊമിനിക്കിനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ താൻ എടുത്തിട്ടില്ലെന്നും മകളെ റേപ്പ് ചെയ്തിട്ടില്ലെന്നും അയാൾ പറഞ്ഞു. ഈ ചിത്രങ്ങൾ എങ്ങനെ വന്നു എന്നത് ഓർമ്മയില്ലെന്നായിരുന്നു ഡൊമിനിക്കിന്റെ മറുപടി. മകളുടെയും ഭാര്യയുടെയും നഗ്നചിത്രങ്ങൾ കൂടാതെ മകന്റെ ഭാര്യയുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ച് അവർ വസ്ത്രം മാറുന്നതിന്റെയും കുളിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ അയാൾ ചിത്രീകരിച്ച് സൂക്ഷിച്ചിരുന്നു. അബ്യൂസ് എന്ന പേരിലുള്ള ഫോൾഡറിന് പിന്നാലെ അന്വേഷിച്ചു പോയ പോലീസ് കോക്കോ എന്ന വെബ്സൈറ്റിലായിരുന്നു എത്തിയത്. അനധികൃതമായ ആ വെബ്സൈറ്റിൽ സെക്ഷൽ വയലൻസ് വളരെ സാധാരണമായ ഒന്നായിരുന്നു. ജിസേലിനെ ഉപദ്രവിക്കാനെത്തിയവരെല്ലാം ഡൊമിനിക്കുമായി ആശയവിനിമയം നടത്തിയത് ആ വെബ്സൈറ്റിലൂടെയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഭാര്യയെ പീഡിപ്പിക്കുവാൻ എനിക്ക് ലൈംഗിക വൈകൃതമുള്ള ഒരാളെ ആവശ്യമുണ്ടെന്നായിരുന്നു ആ സൈറ്റിലെ ചാറ്റ് റൂമിൽ ഡൊമിനിക് ആവശ്യപ്പെട്ടത്. ജിസേലുമായുള്ള ലൈംഗിക ബന്ധത്തിന് ഭർത്താവിന്റെ അനുവാദം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരായിരുന്നു അവർ. ചാറ്റ് റൂമിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നവർക്ക് ഡൊമിനിക് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകി. വീട്ടിലെത്തേണ്ട തീയതിയും സമയവും അയാൾ പറയും. കുറ്റകൃത്യം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഡൊമിനിക് ജിസേലിന് പ്രിയപ്പെട്ട ആഹാരത്തിൽ ഉറക്ക ഗുളിക കലർത്തി നൽകും. ചിലപ്പോൾ ഐസ്ക്രീമിൽ, ചിലപ്പോൾ കോക്ടെയിലിൽ, അല്ലെങ്കിൽ അതുപോലെ അവർക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു ആഹാരത്തിൽ. ജിസേൽ ഉറക്കത്തിലേക്ക് വീഴുന്നതോടെ ഡൊമിനിക് അപ്പുറത്ത് കാത്തിരിക്കുന്നയാൾക്ക് മെസ്സേജ് അയക്കും. ഗുളിക നൽകി 4 മണിക്കൂർ ആകുമ്പോൾ വീട്ടിലെത്താനാണ് നിർദ്ദേശം നൽകുക. 1 മണിക്കൂറിനുള്ളിൽ ജിസേൽ ഉറങ്ങുമെങ്കിലും അഗാധമായ ഉറക്കത്തിലേക്ക് വീഴുവാൻ പിന്നെയും മണിക്കൂറുകൾ വേണമെന്ന വിലയിരുത്തലിലായിരുന്നു 4 മണിക്കൂർ എന്ന സമയം അയാൾ നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് ആളുകൾ വരുന്നത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ വാഹനം ദൂരെ പാർക്ക് ചെയ്ത ശേഷം വീട്ടിലേക്ക് നടന്നു വരണമെന്ന നിർദ്ദേശവും അയാൾ നൽകും. ശക്തമായ ഗന്ധം ജിസേലിന്റെ ഉറക്കം തടസ്സപ്പെടുത്താതിരിക്കാൻ വരുന്നവർ പെർഫ്യൂമോ സിഗരറ്റോ ഉപയോഗിക്കാൻ പാടില്ല. കൈകളിൽ തണുപ്പുണ്ടായാൽ ജിസേൽ ഉണരുമെന്നതിനാൽ ബെഡ്റൂമിലേക്ക് കടക്കും മുമ്പ് കൈകൾ ചൂടാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വരുന്നവരെല്ലാം 1 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കണം. കുറ്റകൃത്യത്തിന് എത്തുന്നവർക്ക് മുൻപിൽ ഡൊമിനിക് മറ്റൊരു ഡിമാൻഡ് കൂടി വെച്ചു. തന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സൂക്ഷിക്കും. ഈ ദൃശ്യങ്ങൾ കാണിച്ച് അയാൾ കൂടുതൽ ആളുകളെ വീട്ടിലേക്ക് എത്തിക്കും. അബ്യൂസ് എന്ന ഫോൾഡറിൽ ജിസേലിനെ ഉപദ്രവിച്ച ഓരോരുത്തരുടെയും ദൃശ്യങ്ങൾ വ്യത്യസ്ത പേരുകളിലാക്കി അയാൾ സൂക്ഷിച്ചിരുന്നു. കറുത്ത പുരുഷന്മാരെ ജിസേലിന് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഡൊമിനിക് ജിസേലിനെ റേപ്പ് ചെയ്യുവാനായി ബ്ലാക്ക് മിൻസിനെ റിക്രൂട്ട് ചെയ്തു. എന്നാൽ ഈ പ്രവൃത്തിക്ക് അയാൾ ആരിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നില്ല. ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ 10 വർഷം ഇത് അയാൾ തുടർന്നു പോന്നു. 10 വർഷത്തിനിടയിൽ 70 അപരിചിതർ 200-ലധികം തവണ ജിസേലിനെ റേപ്പ് ചെയ്തു. ചിലർ പലതവണ വന്നു, മറ്റു ചിലർ ഒരിക്കൽ മാത്രം വന്നു. ജിസേലിനെ ഉപദ്രവിച്ചവരിൽ 27 മുതൽ 73 വയസ്സുവരെ പ്രായമുള്ളവരുണ്ടായിരുന്നു. മിലിറ്ററി ഉദ്യോഗസ്ഥരും ജേർണലിസ്റ്റും നേഴ്സും ഫയർ ഫൈറ്ററും ട്രക്ക് ഡ്രൈവറും തൊഴിൽരഹിതരും ഉണ്ടായിരുന്നു. 2020 നവംബറിൽ ഭാര്യയെ അപരിചിതരെ കൊണ്ട് റേപ്പ് ചെയ്ത് ദൃശ്യങ്ങൾ സൂക്ഷിച്ച കേസിൽ ഡൊമിനിക് അറസ്റ്റിലായി. അറസ്റ്റിലായതിനു പിന്നാലെ ഡൊമിനിക് പെലിക്കോട്ടിന്റെ DNA പോലീസിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തി. ഇതോടെ 23 വർഷം മുമ്പ് നടന്ന മറ്റൊരു വലിയ കുറ്റകൃത്യത്തിനു കൂടി ഉത്തരമായി. അത് ഇങ്ങനെയായിരുന്നു. 1999 പാരീസിനടുത്ത് ഒരു വനിതാ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഒരു കൂട്ടം അജ്ഞാതർ അതിക്രമിച്ചു കയറി. അവരെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിക്കുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ആ സ്ത്രീയെ മരണാസന്നയാക്കി അവർ കടന്നുകളഞ്ഞു. കുറ്റവാളികളെ കിട്ടിയില്ലെങ്കിലും അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കുറ്റവാളികളുടെ DNA സാമ്പിളുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ആ DNA സാമ്പിളുകളുടെ ഉടമയെ കണ്ടെത്തുവാൻ പോലീസിന് അന്ന് കഴിഞ്ഞില്ല.
കേസ് ഉത്തരമില്ലാതെ 23 വർഷം തുടർന്നു. ഡൊമിനിക് പെലിക്കോട്ടിന്റെ DNA പോലീസിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തിയ നിമിഷം 1999 അപ്പാർട്ട്മെന്റ് റേപ്പ് കേസിന് ഉത്തരമായി. അപ്പാർട്ട്മെന്റ് റേപ്പ് കേസിലെ ചോദ്യം ചെയ്യൽ പൂർത്തിയായപ്പോൾ അന്ന് ആ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയവരിൽ ഒരാൾ താനാണെന്ന് ഡൊമിനിക് സമ്മതിച്ചു. എന്നാൽ സാങ്കേതികമായ കാരണങ്ങളാൽ കേസ് ക്ലോസ് ആയതുകൊണ്ട് ഡൊമിനിക്കിനെതിരെ പോലീസ് കേസെടുത്തില്ല. 1999 ഈ കേസ് നടക്കുന്നതിന് 8 വർഷങ്ങൾക്ക് മുമ്പ് പാരീസിലെ മറ്റൊരു അപ്പാർട്ട്മെന്റിൽ ഇതിന് സമാനമായ രീതിയിൽ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. 2 കുറ്റകൃത്യങ്ങളുടെയും സ്വഭാവം ഒന്നായിരുന്നു. എന്നാൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു ഡൊമിനിക്കിന്റെ നിലപാട്. കൊലപാതകിയുടെ DNA പോലീസിന്റെ ഡേറ്റാബേസിൽ നിന്ന് നഷ്ടപ്പെട്ടതിനാൽ അത് ഡൊമിനിക്കാണെന്ന് തെളിയിക്കുവാൻ പോലീസിന് കഴിഞ്ഞതുമില്ല. താൻ നേരിട്ട അനീതി തിരിച്ചറിഞ്ഞ ജിസേൽ ഡൊമിനിക്കുമായുള്ള 50 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമായിരുന്നു. ലൈംഗിക ചൂഷണ കേസിൽ ഇരയുടെ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്ന ഫ്രഞ്ച് നിയമത്തിന് വിരുദ്ധമായി ജിസേൽ തന്റെ ഐഡന്റിറ്റി ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. മുഖം മറയ്ക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വിചാരണ നടത്തണമെന്ന നിർദ്ദേശം ആദ്യം ജിസേലിനോട് പറഞ്ഞത് മകൾ കരോലിനായിരുന്നു. തുടക്കത്തിൽ അതിനെ എതിർത്തെങ്കിലും പിന്നീട് മകൾ പറഞ്ഞത് ശരിയാണെന്ന് ജിസേലിനും തോന്നി. 2024 സെപ്റ്റംബർ 2 ജിസേൽ കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവിടെ കൂടിയിരുന്ന ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേസ് തുടങ്ങിയിട്ട് 3 വർഷം പിന്നിട്ടിരുന്നു. ജഡ്ജി വന്നതും കോടതിക്കുള്ളിലെ മാധ്യമങ്ങളോടും ആളുകളോടും ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. ആളുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തങ്ങളുടെ കക്ഷിക്ക് ബുദ്ധിമുട്ടില്ലെന്നും ജിസേലിന്റെ വക്കീൽ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു. ഇതോടെ കേസിന്റെ വിചാരണ ലോകം മുഴുവൻ ചർച്ചയായി. 2024 സെപ്റ്റംബറിൽ ഡൊമിനിക്കിന്റെയും അയാൾ സൂക്ഷിച്ച ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ 51 പേരുടെയും വിചാരണ ആരംഭിച്ചു. കുറ്റവാളികൾ മുഖം മറച്ച് മാസ്ക് വെച്ചായിരുന്നു കോടതിയിലെത്തിയിരുന്നത്. ജിസേലിന്റെ തുറന്നു പറച്ചിൽ അതിക്രമം നേരിടുന്ന ലോകം മുഴുവനുള്ളവർക്ക് പ്രതികരിക്കുവാനും പോരാടാനുമുള്ള പ്രചോദനമായി. എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി ഒരാളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ തന്റെ അനുഭവം മുൻനിർത്തി ജിസേൽ ബോധവൽക്കരണം നടത്തി. ജിസേൽ കുറ്റകൃത്യത്തിന് ഇരയാകുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ മറ്റുള്ളവർ ഇറങ്ങിപ്പോകണമെന്ന് ജഡ്ജി ആവശ്യപ്പെട്ടു. എന്നാൽ ജിസേൽ അതിനെ എതിർത്തു. ആരും ഇറങ്ങിപ്പോകേണ്ടതില്ല, നാണക്കേട് എനിക്കല്ല, എന്നെ ഉപദ്രവിച്ചവർക്കാണ് ഉണ്ടാകേണ്ടതെന്ന് അവർ ഉറക്കെ പറഞ്ഞു. വിചാരണ വേളയിൽ 51 പേരുടെയും പങ്കാളികളെത്തി അവർ അങ്ങനെ ചെയ്യില്ലെന്ന് വാദിച്ചു. അതിലൊരാളുടെ അമ്മ വന്ന് എന്റെ മകൻ ഒരിക്കലും ഈ സ്ത്രീയെ റേപ്പ് ചെയ്യില്ലെന്ന് പറഞ്ഞത് വേദനയോടെ ജിസേൽ ഓർക്കുന്നു. എന്നാൽ എല്ലാ എതിർവാദങ്ങളെയും കാറ്റിൽ പറത്തി കേസിലുടനീളം വീഡിയോ ദൃശ്യങ്ങൾ ശക്തമായി തെളിവായി നിന്നു. സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചാൽ ചില സഹനങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു വിചാരണക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ജിസേൽ പറഞ്ഞത്. തന്റെ സുഹൃത്തുക്കൾ തങ്ങളെ മാതൃകാ ദമ്പതികളായാണ് കണ്ടിരുന്നതെന്നും താൻ വിവാഹത്തിൽ സന്തുഷ്ടയായിരുന്നുവെന്നും ക്രോസ് വിസ്താരത്തിനിടയിൽ അവർ പറഞ്ഞു. വിചാരണ വേളയിൽ താൻ ഒരു റേപ്പിസ്റ്റ് ആണെന്ന് ഡൊമിനിക് സമ്മതിച്ചു. എന്നാൽ മറ്റുള്ള പ്രതികൾ അത് നിരാകരിച്ചു. വിചാരണയ്ക്കിടയിൽ ഡൊമിനിക് ജിസേലിനോട് ക്ഷമ ചോദിക്കുകയും ജിസേലിനോട് തനിക്ക് സ്നേഹമാണെന്ന് അറിയിക്കുകയും ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ ഡൊമിനിക്കിനെ കോടതി 20 വർഷത്തെ ജയിൽവാസത്തിന് ശിക്ഷിച്ചു. കുറ്റം തെളിഞ്ഞ 49 പേർക്ക് 3 വർഷം മുതൽ 15 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ കേസിൽ ഡൊമിനിക് അപ്പീലിന് പോയില്ല. വിചാരണ തുറന്ന കോടതിയിൽ നടത്തുവാനുള്ള തീരുമാനവും അവരുടെ പെരുമാറ്റവും ലോകമെമ്പാടും ജിസേലിന് വളരെയധികം സ്വീകാര്യത നേടിക്കൊടുത്തു. ഓരോ തവണ വിചാരണയ്ക്കെത്തുമ്പോഴും അവരെ സ്വീകരിക്കുവാൻ 100 കണക്കിന് ജനങ്ങൾ കോടതി മുറ്റത്ത് തടിച്ചുകൂടി. അവർ പാട്ടുപാടിയും കരഘോഷം മുഴക്കിയും ജിസേലിന് പിന്തുണ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ജിസേലിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. UK കമീല രാജ്ഞി അവർക്ക് കത്തയച്ചു. 2024 BBC 100 സ്ത്രീകളുടെ പട്ടികയിൽ ജിസേൽ ഇടം നേടി. ഫിനാൻഷ്യൽ ടൈംസിന്റെ അങ്ങേയറ്റ സ്വാധീന ശക്തിയുള്ള 25 സ്ത്രീകളുടെ പട്ടികയിലും ജിസേൽ ഇടം പിടിച്ചു. 2025 ഒരു ഫ്രഞ്ച് അഭിപ്രായ സർവേയിൽ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തി ജിസേൽ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി. ജിസേൽ കേസിന് പിന്നാലെ കോക്കോ വെബ്സൈറ്റ് പൂട്ടിപ്പോയി. എന്നാൽ പിന്നെയും സമാന സ്വഭാവമുള്ള പല വെബ്സൈറ്റുകളും ഫ്രാൻസിൽ ശക്തമായി. ആ സൈറ്റിലെല്ലാം തങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ കാമുകിയെ മറ്റൊരു പുരുഷന് കാഴ്ചവെക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഡൊമിനിക്ക് തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് മകൾ കരോലിൻ ഉറച്ചു വിശ്വസിച്ചു. ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ അവർ വളരെയധികം ബുദ്ധിമുട്ടി. മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതിന് കരോലിൻ ഡൊമിനിക്കിനെതിരെ കേസ് കൊടുത്തു. താൻ നേരിട്ട അനീതിയെക്കുറിച്ചും നീതി തേടിയുള്ള തന്റെ യാത്രയെക്കുറിച്ചും ജിസേൽ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഷെയിം ഹാസ് ടു ചേഞ്ച് സൈഡ് എന്ന് പേരിട്ട ബുക്കിൽ അവർ തങ്ങളുടെ വിചാരണ കാലയളവിനെക്കുറിച്ചും 9 വയസ്സിൽ മരിച്ചുപോയ അമ്മയെക്കുറിച്ചും
തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്നു. പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നതിനാൽ തനിക്കെതിരെ നടന്ന ഒരു അതിക്രമം പോലും താൻ ഓർക്കുന്നില്ലെന്നും അതൊരു ഭാഗ്യമായി കരുതുന്നുവെന്നും ജിസേൽ പറയുന്നു. എന്നാൽ എല്ലാത്തിനും തെളിവായി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് വിചാരണ വേളയിൽ കേസ് തെളിയിക്കുവാൻ വലിയ രീതിയിൽ സഹായകമായി. ലഹരി, മദ്യം, മരുന്ന് എന്നിവ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ മയക്കിക്കിടത്തിയ ശേഷം അവരുടെ അനുവാദമില്ലാതെ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി തന്റെ ആത്മകഥ ജിസേൽ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് ജിസേലിന് കൂട്ടായി പുതിയൊരു പങ്കാളി കൂടിയുണ്ട്. വിചാരണ കാലയളവിനുടനീളം ജിസേലിനും മക്കൾക്കും കൂട്ടായി നിന്ന ജാൻ ലൂവ ആണ് ജിസേലിന്റെ പങ്കാളി. ഇനി തന്റെ ജീവിതത്തിൽ ഒരു പ്രണയം കൂടി സംഭവിക്കില്ലെന്ന് വിചാരിച്ചു. എന്നാൽ ഏതു പ്രായത്തിൽ വേണമെങ്കിലും പ്രണയം സംഭവിക്കാം. തന്റെ ഈ പ്രണയവും ഒരു പ്രതീക്ഷയാണെന്ന് പങ്കാളിയെ പരിചയപ്പെടുത്തി ജിസേൽ ലോകത്തോട് പറഞ്ഞു. മറ്റുള്ളവർക്ക് പ്രതീക്ഷയാകുക എന്നതാണ് എന്റെ ജന്മലക്ഷ്യമെന്ന് തോന്നുന്നു എന്ന് ജിസേൽ പറയുന്നു. സൂപ്പർ മാർക്കറ്റിലെ കുറ്റകൃത്യത്തിനിടയിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഡൊമിനിക് ഒരുപക്ഷെ നിയമത്തിന് മുന്നിൽ എത്തുക തന്നെയില്ലായിരുന്നു. നാണക്കേട് എനിക്കല്ല, അവർക്കാണ് തോന്നേണ്ടത്. എന്റെ മുഖം ലോകം മുഴുവനുള്ള മനുഷ്യർ കാണട്ടെ എന്ന് കോടതിയിൽ ജിസേൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതൊരു വെറും ലൈംഗിക ചൂഷണ കേസു മാത്രമായി എഴുതപ്പെടുമായിരുന്നു. എന്നാൽ ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ജിസേൽ എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടെ ഒരു പുതുചരിത്രം പിറന്നു. ഇന്നവർ അനേകർക്ക് പ്രചോദനവും പ്രേരണയുമാണ്. തങ്ങൾ നേരിടുന്ന ചൂഷണങ്ങൾക്ക് നേരെ സമൂഹത്തെ ഭയക്കാതെ മറയേതുമില്ലാതെ പ്രതികരിക്കുവാനുള്ള ധൈര്യമാണ്. സമാനതകളില്ലാത്ത അനുഭവങ്ങളെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട, തകർന്നുപോയ ബന്ധത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങിയ ജിസേൽ ഇന്ന് ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയുടെ പ്രതീകമാണ്.